ദ 70s സോൾ വാരസ്യോണിയിലെ എന്റെ ദിനങ്ങൾ എന്ന ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. ജീവിതത്തിലെ ഏറ്റവും മനോഹരവും ആഴമേറിയതുമായ കഥകൾ പലപ്പോഴും നമ്മുടെ സ്വന്തം അനുഭവങ്ങളുടെ പൊടിപടലങ്ങൾക്കിടയിൽ മറഞ്ഞിരിക്കാറുണ്ട്. ഇന്ന് എഴുത്തുകാരൻ രാജേഷ് ചന്ദ്രാനി മദൻലാൽ ജെയിൻ നമ്മെ തന്റെ ഭൂതകാലത്തിന്റെ ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഇത് 48 വർഷം പഴക്കമുള്ള ഓർമ്മയാണ്. ജബൽപൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ ദിവസങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ സത്യത്തിൽ ഇത് ഒരു പിതാവിന്റെ നിശബ്ദമായ സ്നേഹത്തിന്റെയും മകനെക്കുറിച്ചുള്ള അഭിമാനത്തിന്റെയും വിടവാങ്ങലും വീണ്ടും കാണാനുള്ള ആഗ്രഹവും ഒന്നിച്ചുചേരുന്ന ആ വിചിത്ര നിമിഷത്തിന്റെയും കഥയാണ്. രാജേഷ് ജിയുടെ ഹൃദയസ്പർശിയായ ഓർമ്മ വിചിത്ര നിമിഷങ്ങൾ നമുക്ക് കേൾക്കാം. ഈ ഓർമ്മകൾക്ക് 40-ലധികം വർഷം പഴക്കമുണ്ട്. ഞാൻ ജബൽപൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുകയായിരുന്നു. ആ ദിവസങ്ങളിൽ ഞാൻ ജബൽപൂരിനും വാരസ്യോണിക്കുമിടയിൽ ഇടയ്ക്കിടെ യാത്ര ചെയ്യുമായിരുന്നു. ബാലാഘട്ടിൽ നിന്ന് പുലർച്ചെ 5:30 ഒരു നല്ല സർക്കാർ ബസ് വാരസ്യോണിയിൽ എത്തുമായിരുന്നു. എനിക്ക് ജബൽപൂരിലേക്ക് പോകേണ്ട ദിവസങ്ങളിൽ വളരെ നേരത്തെ എഴുന്നേൽക്കേണ്ടി വരുമായിരുന്നു. എന്റെ മുത്തശ്ശനും മുത്തശ്ശിയും അച്ഛനും അമ്മയും എങ്ങനെയും മിക്കവാറും എല്ലാ ദിവസവും നേരത്തെ എഴുന്നേൽക്കുമായിരുന്നു. ഞാൻ വീട്ടിൽ നിന്ന് തയ്യാറായി ഇറങ്ങുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും അമ്മയും യാത്രയാക്കാൻ കണ്ണീരോടെ വാതിൽക്കൽ വരുമായിരുന്നു. എന്നാൽ എന്റെ അച്ഛൻ ബസ് സ്റ്റാൻഡ് വരെ എന്നോടൊപ്പം നടക്കുമായിരുന്നു. സാധാരണയായി ഞങ്ങൾ നടന്നു പോകാറാണ് പതിവ്. അത് അദ്ദേഹത്തിന്റെ പ്രഭാത സവാരി കൂടിയായിരുന്നു. ഞങ്ങൾ നടക്കുമ്പോൾ ശുചീകരണ തൊഴിലാളികൾ തെരുവുകൾ തൂത്തുവാരുന്നുണ്ടാകും. വാരസ്യോണി അപ്പോഴാണ് ഉണർന്നു തുടങ്ങുന്നത്. സാധാരണയേക്കാൾ കൂടുതൽ നിശബ്ദതയുള്ളതിനാൽ പക്ഷികളുടെ കളകളാരവം, പ്രത്യേകിച്ച് കാക്കകളുടെ ശബ്ദം വളരെ വ്യക്തമായി കേൾക്കാമായിരുന്നു. ഇന്ന് പണ്ടത്തെപ്പോലെ പക്ഷികളൊന്നും ബാക്കിയില്ല. ഞങ്ങൾ ആദ്യം ബസ് സ്റ്റാൻഡിലെത്തുമായിരുന്നു. അവിടെ അച്ഛന്റെ കണ്ണുകൾ മറ്റ് യാത്രക്കാരെ തിരിയുന്നുണ്ടാകും. അദ്ദേഹത്തിന് പരിചയമുള്ള മുതിർന്ന ആരെങ്കിലും കണ്ടാൽ എന്നെ അവർക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് പറയും, ഇവൻ എന്റെ മകനാണ്. അവൻ ജബൽപൂരിൽ എഞ്ചിനീയറിംഗ് പഠിക്കുകയാണ്. അവൻ ഇപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. അത്തരമൊരു പരിചയപ്പെടുത്തലിനു ശേഷം എന്നെ ഒരു മുതിർന്ന വ്യക്തിയുടെ സംരക്ഷണയിൽ ഏൽപ്പിച്ചതിനാലും യാത്രക്കിടയിൽ എനിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്നതിനാലും അദ്ദേഹം ആശ്വാസം കൊള്ളുമായിരുന്നു. ഞാൻ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. അദ്ദേഹം എഞ്ചിനീയറിംഗ് എന്ന വാക്ക് വളരെ അഭിമാനത്തോടെയും ആഴത്തിലുള്ള വികാരത്തോടെയും ഉച്ചരിക്കുമായിരുന്നു. പിന്നെ ബസ്സിനായുള്ള കാത്തിരിപ്പാണ്. ആ നിശബ്ദതയിൽ 1 കിലോമീറ്റർ അകലെ നിന്ന് വരുന്ന ബസ്സിന്റെ ശബ്ദം അദ്ദേഹം തിരിച്ചറിയുകയും ലഗേജുമായി തയ്യാറായിരിക്കാൻ എന്നോട് പറയുകയും ചെയ്യുമായിരുന്നു. ബസ് നിർത്തുമ്പോൾ പിൻസീറ്റുകൾക്ക് വല്ലാതെ കുലുക്കമുണ്ടാകുമെന്നതിനാൽ എനിക്ക് മുൻസീറ്റ് ഉറപ്പാക്കാൻ അദ്ദേഹം വേഗത്തിൽ അകത്തേക്ക് കയറുമായിരുന്നു. ഞാൻ ബാഗുകളുമായി ഇരുന്നു കഴിഞ്ഞാൽ അദ്ദേഹം താഴെ ഇറങ്ങി ജനലിനരികിൽ നിൽക്കുമായിരുന്നു. എന്നെ യാത്രയാക്കാൻ അദ്ദേഹം അവിടെ വന്നിരുന്നു. എന്നാൽ ബസ് നീങ്ങാൻ തുടങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയമുരുകുന്നത് ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു. അതൊരു വിചിത്രമായ നിമിഷമായിരുന്നു. അദ്ദേഹത്തിന് എന്നെ ജബൽപൂരിലേക്ക് അയക്കേണ്ടി വരുമായിരുന്നു. എന്നാൽ എന്നെ അയക്കുന്നത് അദ്ദേഹത്തെ സങ്കടപ്പെടുത്തിയിരുന്നു. ബസ് മുന്നോട്ട് നീങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ ചുവടുകൾ വീട്ടിലേക്ക് മടങ്ങുമായിരുന്നു. അദ്ദേഹം പരസ്യമായി കരയുന്നത് ഞാൻ അപൂർവമായേ കണ്ടിട്ടുള്ളൂ. ഓരോ അത്തരം സന്ദർഭത്തിലും അദ്ദേഹം നിശബ്ദമായി കരഞ്ഞിട്ടുണ്ടാകുമെന്ന് ഇപ്പോൾ ഞാൻ തിരിച്ചറിയുന്നു. നമ്മുടെ ജീവിതമെല്ലാം ഇത്തരം വിചിത്ര നിമിഷങ്ങളാൽ നിറഞ്ഞതാണ്. നിങ്ങളിപ്പോൾ രാജേഷ് ജിയുടെ ഓർമ്മ വിചിത്ര നിമിഷങ്ങൾ കേട്ടു. അച്ഛന്റെ നിശബ്ദമായ സ്നേഹം, ബസ് ജനലിനരികിൽ നിൽക്കുന്നത്, അഭിമാനത്തോടെ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഇതെല്ലാം നമ്മുടെ മാതാപിതാക്കളുടെ നിശബ്ദമായ ത്യാഗങ്ങളെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ജീവിതം സത്യത്തിൽ ഇത്തരം വിചിത്രവും മധുരവും കയ്പും നിറഞ്ഞ നിമിഷങ്ങളുടെ മനോഹരമായ കലയാണ്. ഈ കഥ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ സ്പർശിച്ചുവെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഏട്രിയ എസ് ആംബിഷൻസ് ഇൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന് നന്ദി. ഇനിയും ഇത്തരം കഥകൾക്കായി ഞങ്ങളുമായി ബന്ധപ്പെടുക. സാദര പ്രണാമം.